എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. ഹോപ്പ് കൊള്ളന്നൂർ സോഷ്യൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനോദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. മുൻ MLA VT ബൽറാം ഉദ്ഘാടനം നിർവഹിച്ചു. നിരാലംബരായവർക്ക് സാന്ത്വന സ്പർശവുമായി ഹോപ്പ് കൊള്ളന്നൂർ സോഷ്യൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. ഹോം കെയർ വെഹിക്കിൾ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് മുൻ MLA VT ബൽറാം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിൽ ആദ്യമായി സാന്ത്വന ചികിത്സ വളരെ ഓർഗനൈസ്ഡ് രൂപത്തിൽ നടപ്പാക്കാൻ വേണ്ടി തയ്യാറായി കടന്നു വന്ന ഒരു നാട് നമ്മുടെ നാടാണ്, കേരളമാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി ഒരു പാലിയേറ്റീവ് കെയർ പോളിസി, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക നയം രൂപീകരിച്ച സർക്കാർ അത് കേരളത്തിലെ സർക്കാരാണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം വളരെ പ്രാധാന്യത്തോടു കൂടി ഈ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിന്റെ ആവശ്യകത വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും എവിടെ എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അതാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത്. എത്ര ബെഡ് ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലാണ് രോഗികളുടെ ആവശ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ ഉണ്ട്, കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന മറ്റു പല പ്രസ്ഥാനങ്ങളും ഉണ്ട്. പക്ഷെ അതിനും അപ്പുറത്തുള്ള ഒരുപാട് ഉത്തരവാദിത്വം ഈ സമൂഹത്തിൽ നിറവേറ്റപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഹോപ്പ് കൊള്ളന്നൂർ എന്ന് പറയുന്ന നമ്മുടെ ഈ കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളും സംശയങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ ബിനിൽ ബാലൻ, ആബിദ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഡോക്ടർ നജ്മ ഹസൻ, ശ്രീലക്ഷ്മി, ഹസീന ജാസ്മിൻ എന്നിവരെ ചടങ്ങിൽ VT ബൽറാം ആദരിച്ചു. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ആമിനക്കുട്ടി, വാർഡ് മെമ്പർ അബ്ദുള്ളക്കുട്ടി, ഏഷ്യൻ ഗോൾഡ് ഡയമണ്ട് ചെയർമാൻ യൂനസ്, ഷമീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഹോപ്പ് കൊള്ളന്നൂർ സോഷ്യൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഹമീദ് മഞ്ചാടി അധ്യക്ഷനായിരുന്നു.